ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണ്. റൂള് 188A. എന്താണ് റൂള് 188A? എന്താണ്? എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയി ഡൈയിങ് ഇൻ ഹാർനസ്. എന്താണ്? എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയി ഡൈയിങ് ഇൻ ഹാർനസ്. അതായത് ജോലിയിലിരിക്കെ മരിച്ചുപോയ ഒരു എംപ്ലോയിയുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്ന റൂളാണ് ഏത്? റൂള് 188A. എന്നൂടെ പറയാം, ജോലിയിലിരിക്കെ ഒരു എംപ്ലോയി മരണപ്പെട്ടാൽ അയാളുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളാണ് ഏത്? റൂള് 188A. ഓക്കെ, then പറയുന്നുണ്ട്, it shall be competent for the committee of a society. ആർക്കാണ് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നത് ആശ്രിത നിയമനവുമായിട്ട് ബന്ധപ്പെട്ട്? for the committee of a society. ഒരു സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റിക്കാണ് ആശ്രിത നിയമനം കൊടുക്കാനുള്ള അധികാരം. to appoint a person who is dependent of an employee who dies while in service. ജോലിയിലിരിക്കെ ഒരു എംപ്ലോയി മരിച്ചുപോയാൽ അയാളുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആ സംഘത്തിന്റെ കമ്മിറ്റിക്കാണ്. സബ്ജക്ട് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് വേണം ആശ്രിതർക്ക് എന്ത് കൊടുക്കാൻ? നിയമനം കൊടുക്കാൻ. അപ്പൊ എന്താണ് വ്യവസ്ഥകൾ? നോക്കിക്കേ, എന്താ വ്യവസ്ഥകള്? ക്ലോസ് A പറയുന്നുണ്ട്, the employment assistance shall be given only to one dependent of the deceased employee. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മരിച്ചുപോയ ഒരു അംഗത്തിന്റെ ഒരു ആശ്രിതന് മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ? നിയമനം കൊടുക്കത്തുള്ളൂ. ഓക്കെ, ജോലിയിലിരിക്കെ മരണപ്പെട്ട എംപ്ലോയിയുടെ ഒരു ആശ്രിതന് മാത്രമേ എന്ത് കൊടുക്കത്തുള്ളൂ? നിയമനം കൊടുക്കത്തുള്ളൂ. And the appointment offered and once accepted shall under no circumstances be allowed to change it. ഒരിക്കൽ ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ചെയ്തു, അത് ഈ ഡിപ്പെൻഡന്റ് അക്സെപ്റ്റ് ചെയ്താൽ ഒരു കാരണവശാലും അത് പിന്നീട് മാറ്റാൻ സാധിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ പോലെ ആ ജോലിയിലിരിക്കെ മരണപ്പെട്ടു പോയ എംപ്ലോയിയുടെ മകനാണ് ജോബ് ഓഫർ ചെയ്തത്. ആ ജോബ് ഓഫർ മകൻ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് പിന്നീട് മകൾക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. അപ്പൊ ഒരു ആശ്രിതന് മാത്രം എന്ത് കൊടുക്കത്തുള്ളൂ? നിയമനം കൊടുക്കത്തുള്ളൂ. ജോബ് ഓഫർ ചെയ്യപ്പെട്ടാൽ, അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടാൽ അണ്ടർ നോ സർക്കംസ്റ്റാൻസസ്, ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യത്തില്ല? വിൽ ബി അലൗഡ് ടു ചേഞ്ച് ഇറ്റ്. അത് മാറ്റാൻ അനുവദിക്കുന്നതല്ല. Then clause B പറയുന്നുണ്ട്, the application for appointment under this scheme. ഈ സ്കീം പ്രകാരം അപേക്ഷ കൊടുക്കേണ്ടത് ആരെ? ഡിപ്പെൻഡന്റ്, ആശ്രിതൻ അപേക്ഷ കൊടുക്കേണ്ടത് എപ്പോഴാണ്? within 1 year from the date of death of the employee. within 1 year from the date of death of the employee. എംപ്ലോയി മരണപ്പെട്ട ഡേറ്റ് മുതൽ 1 വർഷത്തിനകം ആശ്രിത നിയമനത്തിന് വേണ്ടിയിട്ട് സംഘത്തിലേക്ക് എന്ത് കൊടുക്കണം? അപേക്ഷ കൊടുക്കണം. ഓക്കെ, പറയുന്നുണ്ട്, where the dependent happens to be a minor. ഈ ആശ്രിതൻ എന്ന് പറയുന്നത് മൈനർ ആണെങ്കിൽ, പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തിയാണെങ്കിൽ, മൈനർ ആണെങ്കിൽ, the application shall be submitted within a period of 3 years from the date of his or her attaining the age of majority. പ്രായപൂർത്തിയായ ഡേറ്റ് മുതൽ 3 വർഷത്തിന് ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? അപേക്ഷ സമർപ്പിച്ചാൽ മതി. എങ്ങനെയാണെങ്കിൽ ഈ ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത് ഒരു മൈനർ ആണെങ്കിൽ അവനോ അവളോ, ഹി ഓർ ഷീ മേജറായി കഴിഞ്ഞ് 3 വർഷത്തിനകം എന്ത് ചെയ്താൽ മതി? ആശ്രിത നിയമനത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുത്താൽ മതി. അല്ലാതെയുള്ള കേസിൽ ഒന്നാണോ എംപ്ലോയി മരണപ്പെട്ടത് ആ ഡേറ്റ് മുതൽ 1 വർഷത്തിനകം ആശ്രിതൻ നിയമനത്തിന് വേണ്ടിയിട്ട് സംഘത്തിലേക്ക് എന്ത് കൊടുക്കണം? അപേക്ഷ കൊടുക്കണം. ഒരാൾക്ക് മാത്രമേ ജോബ് കൊടുക്കത്തുള്ളൂ. ഓക്കെ, then clause C പറയുന്നുണ്ട്, എന്താണ്? the appointment under this scheme shall be extended only to a post in the lowest grade of the particular category in respect of which the normal method of appointment involves direct recruitment. എങ്ങനെയാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലൂടെ ഒരു എംപ്ലോയി എടുക്കുന്നത്? ഒരു ഏറ്റവും താഴ്ന്ന പോസ്റ്റിലേക്ക്,
അതേപോലെ ഒരു താഴ്ന്ന പോസ്റ്റിലേക്ക്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള താഴ്ന്ന പോസ്റ്റിലേക്കായിരിക്കും, ആ കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുള്ള താഴ്ന്ന പോസ്റ്റിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ജോബ് ഓഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ എംപ്ലോയി അവിടെ ജനറൽ മാനേജറായിട്ടാണ് എന്ത് ചെയ്തത്, പ്രവർത്തിച്ചത്. ഓക്കെ, അദ്ദേഹം GM ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് മരണപ്പെട്ടത് എങ്കിൽ അദ്ദേഹത്തിന്റെ ആശ്രിതനെ ഡയറക്റ്റ് ആയിട്ട് GM ആയിട്ട് നിയമനം കൊടുക്കത്തില്ല. ആ ഒരു കാറ്റഗറിയിലെ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡിലുള്ള പോസ്റ്റ് ഏതാണോ ആ പോസ്റ്റിലേക്കായിരിക്കും ആശ്രിതന് നിയമനം കൊടുക്കുന്നത്, അല്ലാതെ GM ആയിട്ട് എടുത്ത് വെക്കത്തില്ല. ഓക്കെ, അപ്പൊ ലോവസ്റ്റ് ഗ്രേഡിലെ പോസ്റ്റിലേക്കായിരിക്കും ആശ്രിതന് നിയമനം. ആ കാറ്റഗറിയിൽ ആ മരിച്ചുപോയ എംപ്ലോയി പ്രവർത്തിച്ച ആ ഒരു കാറ്റഗറിയിലെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റ് ഏതാണോ ആ ലോവസ്റ്റ് പോസ്റ്റിലേക്കായിരിക്കും ആശ്രിത നിയമനം നൽകുന്നത്. ഓക്കെ, then പറയുന്നുണ്ട് the appointment shall be consistent with the qualification prescribed in the rules. റൂള് 186 പ്രകാരം പറയുന്ന ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന യോഗ്യതയും ഉണ്ടായിരിക്കണം. ആർക്ക്? ഈ ആശ്രിതന്. ഓക്കെ, അപ്പൊ ആ പോസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന യോഗ്യത ഉണ്ടായിരിക്കണം ആശ്രിതന്. then പറയുന്നുണ്ട്, ക്ലോസ് സിയിൽ പറയുന്നുണ്ട്, subject to the age of superannuation, the upper age limit shall not apply in the case of widow or widower. അതായത് ആശ്രിത നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഇല്ലേ, 40 വയസ്സ് നോർമൽ കേസില്, വിഡോ ഓർ വിഡോവർ ആണെങ്കിൽ 45 വയസ്സ്, OBC എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 43 വയസ്സ്. അപ്പൊ അങ്ങനെ ഒരു അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ആ വിഡോ ഓർ വിഡോവർക്ക് എന്ത് ചെയ്യത്തില്ല, ഇത് ബാധകമല്ല. ദ അപ്പർ ഏജ് ലിമിറ്റ് ഷാൽ നോട്ട് അപ്ലൈ ഇൻ ദ കേസ് ഓഫ് വിഡോ ഓർ വിഡോവർ. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? സബ്ജക്ട് ടു ദ ഏജ് ഓഫ് സൂപ്പറാനുവേഷൻ, പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, ആൻഡ് ഫാദർ മദർ ഇൻ ദ കേസ് ഓഫ് അതർ ഡിപെൻഡന്റ് ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ റൂൾസ് ഷാൽ സ്ട്രിക്ട്ലി ബി ഫോളോഡ്. അപ്പൊ വിഡോ, വിഡോവർ, അതുകൂടാതെ അച്ഛനമ്മ എന്നുള്ളവർക്ക് അപ്പർ ഏജ് ലിമിറ്റ് ബാധകമായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പർ ഏജ് ലിമിറ്റ് ബാധകമായിരിക്കുന്നതല്ല. ആർക്കൊക്കെയാണ്? വിഡോ അല്ലെങ്കിൽ വിഡോവർക്ക്, അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക്. അതിൽ വിഡോ ആൻഡ് വിഡോവർക്ക് നമ്മൾ പറയുന്നുണ്ട് എന്താണ്, 45 വയസ്സ് എന്നുള്ളതാണ് അവർക്ക് പറയുന്ന അപ്പർ ഏജ് ലിമിറ്റ്. ഓക്കെ, അവര് ഈ പറഞ്ഞ പോലെ വിഡോ അല്ലെങ്കിൽ വിഡോവർ ആശ്രിത നിയമനം പ്രകാരമാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റ് ബാധകമായിരിക്കുന്നതല്ല. ഈ എംപ്ലോയിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയാണ് ആ ഒരു എംപ്ലോയിക്ക് പകരം ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതെങ്കിൽ, ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അവർക്കും അപ്പർ ഏജ് ലിമിറ്റ് ബാധകമല്ല. ഓക്കെ, ഈ വിഡോ അല്ലെങ്കിൽ വിഡോവറുടെ കേസിൽ, നോർമൽ കേസിൽ ഇതല്ല, നോർമൽ കേസിൽ 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. പക്ഷേ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ആശ്രിത നിയമന പ്രകാരമാണ് വിഡോ അല്ലെങ്കിൽ വിഡോവർ അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ അപ്പർ ഏജ് ലിമിറ്റ് ബാധകം അല്ല. ഓക്കെ, then F-ൽ പറയുന്നുണ്ട്, if the applicant is the widow or widower of the deceased employee, he or she shall not have remarried on the date of application. ഈ ആശ്രിത നിയമനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് വിഡോ അല്ലെങ്കിൽ വിഡോവർ ആണെങ്കിൽ, വിഭാര്യൻ അല്ലെങ്കിൽ വിധവയാണെങ്കിൽ, ഏത് ഡേറ്റിനാണോ അപേക്ഷിക്കുന്നത് ആ ഡേറ്റിൽ അയാൾ വിവാഹം കഴിച്ചിരിക്കാൻ പാടില്ല. അതായത് പുനർവിവാഹം കഴിച്ചിരിക്കാൻ പാടില്ല, വീണ്ടും വിവാഹം കഴിച്ചിരിക്കാൻ പാടില്ല. ഓക്കെ, then അടുത്തത് G പറയുന്നുണ്ട്, the board of directors of the society concerned shall adopt a resolution to give appointment to the dependent of the deceased employee. ആരാണ് തീരുമാനം എടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രമേയം പാസ്സാക്കണം, റെസൊല്യൂഷൻ പാസ്സാക്കണം. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഈ മരണപ്പെട്ടു പോയ എംപ്ലോയിയുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ആ റെസൊല്യൂഷനിലൂടെ വേണം എന്ത് ചെയ്യാൻ? നിയമനം നൽകാൻ. ഓക്കെ, then H-ൽ പറയുന്നുണ്ട്, appointment shall be made only with the prior concurrence of the registrar of cooperative society. ഇങ്ങനെ ഒരു ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അനുമതിയോടുകൂടി വേണം എന്ത് ചെയ്യാൻ? ആശ്രിതന് നിയമനം കൊടുക്കാൻ. ഓക്കെ, കമ്മിറ്റിക്ക് ജോബ് കൊടുക്കാം, പക്ഷേ അതിനു മുമ്പ് അല്ലെങ്കിൽ ആ ഒരു നിയമനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺകറൻസ്, സമ്മതവും കൂടി എന്ത് ചെയ്തിരിക്കണം? വാങ്ങിയിരിക്കണം. ഓക്കെ, then എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്, ആരെയാണ് ഡിപ്പെൻഡന്റ് എന്ന് പറയുന്നത്?
ഈ റൂളുമായിട്ട് ബന്ധപ്പെട്ട് ആരെയാണ് ആശ്രിതൻ എന്ന് പറയുന്നത്? ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് റൂൾ ഡിപ്പെൻഡന്റ് മീൻസ് ആശ്രിതൻ എന്ന് വെച്ചാൽ ആരാണ്? എനി മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് ഡിസീസ്ഡ് എംപ്ലോയി ഓഫ് എ സൊസൈറ്റി. മരിച്ചുപോയ എംപ്ലോയിയുടെ ഫാമിലിയിലെ ഒരു അംഗം. who has no independent means of livelihood. അയാൾക്ക് സ്വതന്ത്രമായിട്ടൊരു വരുമാനമില്ല. and who was dependent on the earnings of the deceased employee. അയാൾ പരിപൂർണമായിട്ട് മരിച്ചുപോയ എംപ്ലോയിയുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞത്. ഓക്കെ, at the time of his or her death. അയാൾ മരണപ്പെടുമ്പോൾ ആ മരിച്ചുപോയ എംപ്ലോയിയുടെ വരുമാനത്തെ ആശ്രയിച്ചാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഓക്കെ, ഫോർ ഹിസ് ഓർ ഹെർ മെയിൻ്റനൻസ് and family means and include the following relative of the deceased employee in the order of priority as indicated below. ഫാമിലി എന്ന് പറയുമ്പോൾ, അതായത് ഡിസീസ്ഡ് എംപ്ലോയിയുടെ ഫാമിലി മെമ്പർ എന്ന് പറയുമ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന പ്രയോറിറ്റി അല്ലെങ്കിൽ മുൻഗണന പ്രകാരം വേണം ജോബ് കൊടുക്കാൻ. ഓക്കെ, അതായത് ഒരു മരിച്ചുപോയ എംപ്ലോയിയുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കുമ്പോൾ അതിൽ പാലിച്ചിരിക്കേണ്ട പ്രയോറിറ്റി, മുൻഗണനാ ക്രമമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ്? ഒരു ആശ്രിതന് നിയമനം കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് വിഡോ അല്ലെങ്കിൽ വിഡോവർക്കാണ്. വിധവ അല്ലെങ്കിൽ വിഭാര്യനാണ് ഫസ്റ്റ് പ്രിഫറൻസ്. 2, സൺ മകനാണ്. 3, ഡോട്ടർ മകൾ. 4, ബ്രദർ സഹോദരൻ. 5, സഹോദരി. 6, ഫാദർ. 7, മദർ. 8, നെഫ്യൂ അല്ലെങ്കിൽ നീസ്, അനന്തരവൻ അല്ലെങ്കിൽ അനന്തരവൾ. ഓക്കെ, ഈ ഒരു പ്രിഫറൻസ്, ഈ ഒരു മുൻഗണന അനുസരിച്ച് വേണം എന്ത് കൊടുക്കാൻ? ഈ ആശ്രിതന് നിയമനം കൊടുക്കാൻ. ആദ്യം കൊടുക്കേണ്ടത് വിഡോ അല്ലെങ്കിൽ വിഡോവർക്കാണ്. രണ്ടാമത് മകൻ, മൂന്നാമത് മകൾ, മരിച്ചുപോയ എംപ്ലോയിയുടെ ഈ ഒരു ഓർഡറിലാണ് എന്ത് കൊടുക്കേണ്ടത്? ഈ എംപ്ലോയ്മെന്റ് കൊടുക്കേണ്ടത്. അല്ലാതെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എല്ലാവർക്കും കിട്ടത്തില്ല. ഓക്കെ, വിഡോ അല്ലെങ്കിൽ വിഡോവർ വേണ്ടെന്ന് പറഞ്ഞാൽ മകന് കിട്ടും, മകനും വിഡോ അല്ലെങ്കിൽ വിഡോവർ വേണ്ടെന്ന് പറഞ്ഞാൽ മകൾക്ക് കിട്ടും. ഈ ഒരു പ്രിഫറൻസിലാണ് എന്ത് കൊടുക്കേണ്ടത്? എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കേണ്ടത്. പറയുന്നുണ്ട്, where the widow or widower is not in a position to avail the benefit and where the children of the deceased employee are minor, employment assistance will be given to any of the other dependent only with the consent of the widow or widower, and where the widower is not alive with the consent of the guardian of the minor children. എന്താണ് പറഞ്ഞത്? where the widow or widower is not in a position to avail the benefit. ഈ ജോലി മേടിക്കാനുള്ള ഒരു പൊസിഷനിലല്ല വിഡോ അല്ലെങ്കിൽ വിഡോവർ എങ്കിൽ, then അതുപോലെ തന്നെ വിഡോ അല്ലെങ്കിൽ വിഡോവർ ഈ മരിച്ചുപോയ അംഗത്തിന്റെ മകൻ, വിധവ അല്ലെങ്കിൽ വിഭാര്യന് മക്കൾ ഉണ്ടെങ്കിൽ, മക്കൾ മൈനർ ആണെങ്കിൽ എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് ബാക്കിയുള്ള ആശ്രിതന് കൊടുക്കാം. ആരുടെ അനുമതിയോടുകൂടി? വിഡോ അല്ലെങ്കിൽ വിഡോവറുടെ അനുമതിയോടുകൂടി. ആൻഡ് വേർ ദ വിഡോവർ ഈസ് നോട്ട് അലൈവ്, വിഡോവർ ജീവനോടെ ഇല്ല എങ്കിൽ ഈ മൈനർ ചിൽഡ്രന്റെ മരിച്ചുപോയ വ്യക്തിയുടെ മൈനർ ചിൽഡ്രന്റെ ഗാർഡിയൻ ആരാണോ, ഗാർഡിയന്റെ അനുമതിയോടുകൂടി മറ്റു ഡിപ്പെൻഡൻസ് ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാം. ദെൻ പറയുന്നുണ്ട്, സൺ ഡോട്ടേഴ്സ് ഷാൾ നോട്ട് ഇൻക്ലൂഡ് അഡോപ്റ്റഡ് സൺ ആൻഡ് അഡോപ്റ്റഡ് ഡോട്ടർ. അതിപ്പോഴില്ല, ഈ ഒരു പ്രൊവിഷൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് മുമ്പ് പറയുമായിരുന്നു, ദത്തുപുത്രനും ദത്തുപുത്രിക്കും ഈ പറഞ്ഞ പോലെ ആശ്രിത നിയമനം കിട്ടാനുള്ള അധികാരമില്ല, അതിപ്പോൾ ബാധകമല്ല. ഇവരെയും എന്ത് ചെയ്യും? ആശ്രിത നിയമനത്തിന് വേണ്ടി പരിഗണിക്കാം. ആ ഒരു റൂൾ ഭേദഗതി വന്നിട്ടുണ്ട്. 188 സബ് റൂൾ 2 എന്ത് ചെയ്തു? ഒമിറ്റ് ചെയ്തു. എന്താണ്? അഡോപ്റ്റഡ് സൺ ആൻഡ് അഡോപ്റ്റഡ് ഡോട്ടർ, സൺ ആൻഡ് ഡോട്ടേഴ്സ് ഉൾപ്പെടുന്നില്ല, അതിപ്പോൾ മാറിയിട്ടുണ്ട്. 3 പറയുന്നുണ്ട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഷാൽ നോട്ട് ഇൻക്ലൂഡ് സ്റ്റെപ്പ് ബ്രദേഴ്സ് ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റർ. അതുപോലെ തന്നെ ഹാഫ് ബ്രദർ ആൻഡ് ഹാഫ് സിസ്റ്റർ. ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് വരുന്നില്ല? സ്റ്റെപ്പ് ബ്രദറോ സ്റ്റെപ്പ് സിസ്റ്ററോ ഹാഫ് ബ്രദറോ ഹാഫ് സിസ്റ്ററോ വരുന്നില്ല. അപ്പൊ ഡയറക്റ്റ് റിലേഷൻഷിപ്പിൽ മാത്രമേ ബ്രദർ ആൻഡ് സിസ്റ്റർ എന്ന് പറയുന്ന ബന്ധം വരത്തുള്ളൂ. ദെൻ 4 പറയുന്നുണ്ട്, ആൻ അൺഎംപ്ലോയിഡ് മാരീഡ് സൺ
അൺഎംപ്ലോയിഡ് മാരീഡ് സൺ, ജോലിയില്ലാത്ത വിവാഹം കഴിച്ച മകൻ, ഓർ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് മാരീഡ് ഡോട്ടർ ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി, ജോലിയില്ലാത്ത വിവാഹം കഴിച്ച മകൾ ആരുടെയാണ്? ഈ മരിച്ചുപോയ എംപ്ലോയിയുടെ. ഹൂ സ്പൗസ് ഈസ് ഓൾസോ അൺഎംപ്ലോയിഡ്, ഇവരുടെ സ്പൗസ്, ഇവരുടെ പാർട്ട്ണർ. മകനാണെങ്കിൽ മകന്റെ ഭാര്യ, മകളാണെങ്കിൽ മകളുടെ ഭർത്താവ്, ഇവരും എന്താണ്? അൺഎംപ്ലോയിഡ് ആണ്, ജോലിയില്ല. മേ ഓൾസോ ബി കൺസിഡേർഡ് ഫോർ ദ അസിസ്റ്റൻസ് പ്രൊവൈഡഡ്, ഇവരെയും എന്ത് ചെയ്യാം? ഈ ജോലിക്ക് വേണ്ടി പരിഗണിക്കാം, ആശ്രിത നിയമനത്തിന് വേണ്ടി പരിഗണിക്കാം. ഒന്നുകൂടെ പറയാം, മരിച്ചുപോയ എംപ്ലോയിയുടെ വിവാഹം കഴിച്ച മകൻ, വിവാഹം കഴിച്ച മകൾ, ദെൻ വിവാഹം കഴിച്ച മകന്റെ ഭാര്യയ്ക്കും ജോലിയില്ല, വിവാഹം കഴിച്ച മകളുടെ ഭർത്താവിനും ജോലിയില്ല എങ്കിൽ അവരെയും ആശ്രിത നിയമനത്തിന് വേണ്ടി പരിഗണിക്കാം. പ്രൊവൈഡഡ്, എന്നാൽ the other dependents of the deceased employee are being looked after by him or her, ഈ മരിച്ചുപോയ എംപ്ലോയിയുടെ ബാക്കിയുള്ള ആശ്രിതരെ ഇവരെ ജോലി കിട്ടിയാൽ നോക്കിക്കൊള്ളണം എന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ, എന്ന ഒരു പ്രൊവിഷന്റെ അടിസ്ഥാനത്തിൽ ഇവരെയും എന്ത് ചെയ്യാം? ജോലിക്ക് വേണ്ടിയിട്ട് പരിഗണിക്കാം. അപ്പൊ ഇവർക്ക് ജോലി കൊടുത്താൽ ഇവരെന്ത് ചെയ്യണം? ബാക്കിയുള്ള ഡിപ്പെൻഡന്റിനെ നോക്കണം. ഓക്കെ, ഇവരങ്ങനെ നോക്കാൻ തയ്യാറല്ലെങ്കിൽ ഇവരെ പരിഗണിക്കാൻ പാടില്ല. Then പറയുന്നുണ്ട്, for employment assistance under this rule in respect of a married son, a married daughter, the applicant shall produce a certificate from the തഹസീൽദാർ. എന്ത് ചെയ്യണം? വിവാഹം കഴിച്ച മകന്റെ കേസിൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ച മകളുടെ കേസിൽ എന്ത് ചെയ്യണം? ഇവർ എവിടെയാണോ താമസിക്കുന്നത് ആ അധികാര പരിധിയിൽ വരുന്ന തഹസീൽദാറിന്റെ കയ്യിൽ നിന്നും എന്ത് കൊടുക്കണം? ഒരു സർട്ടിഫിക്കറ്റ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യണം. ആടെങ്കിൽ നിന്നാണ്? ഈ മാരീഡ് മകൻ അല്ലെങ്കിൽ മാരീഡ് മകൾ എവിടെയാണോ താമസിക്കുന്നത് ആ അധികാര പരിധിയിലുള്ള തഹസീൽദാറുടെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ഇവർ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. എന്താ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? അതായത് ഇവർക്ക് മറ്റു വരുമാന മാർഗമൊന്നുമില്ല. He or she is devoid of any means of income and has been depending on the deceased employee. മറ്റു വരുമാന മാർഗമൊന്നുമില്ല, ഇവർ പൂർണ്ണമായിട്ട് മരിച്ചുപോയ എംപ്ലോയിയെ ആശ്രയിച്ചാണ് കഴിഞ്ഞത്. എന്നാൽ മാരീഡ് സൺ ആൻഡ് മാരീഡ് ഡോട്ടർ ഷാൾ ഇൻക്ലൂഡഡ് എമംഗ് ഡിപ്പെൻഡൻസ്. മാരീഡ് സൺ, വിവാഹം കഴിച്ച മകനെയോ വിവാഹം കഴിച്ച മകളെയോ ആശ്രിതൻ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ if they are depending on the deceased employee after their marriage also, അവരുടെ വിവാഹശേഷവും അവര് ഈ മരിച്ചുപോയ എംപ്ലോയിയെ ആശ്രയിച്ചായിരിക്കണം കഴിഞ്ഞിരിക്കേണ്ടത്. ആരാണ്? ഈ വിവാഹം കഴിച്ച മകനും വിവാഹം കഴിച്ച മകളും. And on the production of a certificate from the Tahsildar having jurisdiction over the area to that effect. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ അധികാര പരിധിയിലുള്ള ഇവർ താമസിക്കുന്ന അധികാര പരിധിയിലുള്ള തഹസീൽദാരുടെ ഒരു സർട്ടിഫിക്കറ്റും കൂടി ഇവർ എന്ത് ചെയ്യണം? ഹാജരാക്കിയാൽ മാത്രമേ ഇവരെ ആശ്രിതൻ എന്ന് പറയുന്ന ആ ഒരു ഹെഡിൽ ഉൾപ്പെടുത്തത്തുള്ളൂ. ആരെയാണ്? മാരീഡ് സൺ അല്ലെങ്കിൽ മാരീഡ് ഡോട്ടർ. അപ്പൊ ഇവരെയും ആശ്രിതനായിട്ട് പരിഗണിക്കാം, പക്ഷേ തഹസീൽദാർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അതുമാത്രമല്ല, ജോലിയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ എംപ്ലോയിയുടെ മറ്റ് ആശ്രിതരെ ഇവർ നോക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എവിടെ പറയുന്നത്? റൂള് 188 എയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. എന്താണ്? എംപ്ലോയ്മെന്റ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡന്റ് ഓഫ് എംപ്ലോയി ഡൈയിങ് ഇൻ ഹാർനസ്. ജോലിയിലിരിക്കെ മരിച്ചുപോയ ഒരു എംപ്ലോയിയുടെ ആശ്രിതർക്ക് നിയമനം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളിലെ പ്രൊവിഷൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അടുത്തത് റൂൾ 189 ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.